എൻ്റെ മോനെ, ഒരു നാടിനെ ജയിച്ച കള്ളനാ നിൻ്റെ അച്ചാച്ചൻ. ഒരു കള്ളനാവാനേ ആദ്യം മണ്ണിനെ അറിയണം, പിന്നെ വല നെയ്യുന്ന ചെലന്തിയുടെ ക്ഷമയും കുറുക്കൻ്റെ കെണിയും പഠിക്കണം. കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല. എല്ലാ അമ്മമാരുടെയും ജിമിക്കിയും കമ്മലും മോഷ്ടിച്ചോണ്ട് പോകുന്ന അച്ഛന്മാരും കേരളത്തിലില്ല. ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു പ്രസംഗമാണ്. മാറുന്ന കേരള യുവത്വം എന്നതിനെക്കുറിച്ചായിരുന്നു എൻ്റെ പ്രസംഗം. നമിത പ്രമോദ്. അവനെ ഹഗ് ചെയ്തേനല്ലേ ഈ കുശുമ്പ്? അസൂയാർഹമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചു എന്നിരിക്കും, ചിലപ്പോൾ ഉമ്മ വെച്ചു എന്നിരിക്കും. സായി പല്ലവി. அதா கேக்குறே, இவ்ளோ சொல்றவ என்ன கூட இருக்குன்னு பச்சை சொல்ல வேண்டியதானே மிஸ்டர் குமரன். അനുശ്രീ. നാട്ടിൽ ഞാൻ സൈക്കിൾ ഓടിക്കൂട്ടോ. സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് എളുപ്പമാവുന്നേട്ടാ. അച്ഛൻ പറഞ്ഞത് നേരാ. അരുണേട്ടൻ മഹാഭിമാനിയാണെന്ന്. അതുകൊണ്ടല്ലേ ശ്രീധരൻ തന്നത് ഇഷ്ടാവാഞ്ഞേ. സിനിമയിലെ നായികമാർ മാത്രമല്ല, ഞങ്ങളുടെ മാധ്യമരംഗത്തു നിന്നുമുള്ള ആളുകളൊക്കെ അനുകരിക്കും. സുജിയ പാർവതി. സാർ എനിക്ക് ഗുരുവാണ്. യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തനം എന്നുള്ള ചെറുപ്പത്തുള്ള ആഗ്രഹമാണെങ്കിലും വിഷ്വൽ മീഡിയയിലേക്ക് വരാനുള്ള കാരണം NV നികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്പൊരി റിപ്പോർട്ടറാണ്. സാറിനെ മീറ്റേഴ്സിലൊക്കെ എന്നെ ചീത്തയൊക്കെ പറയും, ആദേശിക്കപ്പെടും. അതൊക്കെ ഒരു ഗുരു ശിഷ്യയോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ, ആ പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നാണ് കരുതുന്നത്. ഷാനി ചേച്ചി. ഷാനി പ്രഭാകർ. നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി രാജേഷ്. നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി രാജേഷ്. അസ്സാം പൗരത്വ രജിസ്റ്ററിന്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള 19 ലക്ഷം പേരിൽ മുസ്ലിങ്ങളല്ലാത്ത 13 ലക്ഷം പേർക്കും ഇന്ത്യയിലെ നിയമത്തോടുകൂടി ഇന്ത്യൻ പൗരത്വം കിട്ടുമല്ലോ അല്ലേ? അമല പോൾ. കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനൊരു കൈയടി കേൾക്കാൻ ഞാനും കൊതിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ എനിക്ക് എവിടെ എത്താനായില്ല. പേടിയും നിരാശയായിരുന്നു. എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്ക് കേൾക്കുമോ എന്നുള്ള പേടി.